Hello everybody. In the class 7th first chapter ma kehe kahanire question answers back answers aanu cheyan povunathu. So let's start. Let's see the first question. नीचे दिए गए प्रश्नों का सबसे सही उत्तर कौन सा है? उनके सामने तारा बनाइए. क्वेश्चन വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസറിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാർ മാർക്ക് ചെയ്യണം. सो फर्स्ट क्वेश्चन माँ अपने बेटे को करुणा और न्याय की कहानी क्यों सुनाती है? എൻ്റെ ആൻസേഴ്സ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. राजाओं की कहानियों से उसका मनोरंजन करने के लिए. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെന്നാണ്. उसमें सही या गलत की समझ विकसित करने के लिए. അതായത് കുട്ടിയുടെ ഉള്ളിൽ ഒരു തെറ്റ് എന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കഥകൾ പറയുന്നത്. थर्ड ऑप्शन है उसे परिवार की विरासत और पूर्वजों के बारे में बताने के लिए. അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോറി പറയുന്നതെന്ന്. പിന്നെ ലാസ്റ്റ് വൺ उसे प्रकृति और जानवरों के बारे में जानकारी देने के लिए. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറീസ് കുട്ടികൾക്ക് അതിൻ്റെ നോളജും അവയർനെസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റോറി പറയുന്നത്. सो द करेक्ट आंसर इज सेकेंड वन. उसमें सही या गलत की समझ विकसित करने के लिए. नेक्स्ट क्वेश्चन. कविता में घायल पक्षी की कहानी का उपयोग किस लिए किया गया है? निर्दोष पक्षी के प्रति आखेटक की क्रूरता दिखाने के लिए. फर्स्ट वन हंटറിൻ്റെ അക്രൂരത കാണിക്കാൻ വേണ്ടിയിട്ട്. सेकेंड पिता की वीरता और सहसा पर ध्यान दिलाने के लिए. അച്ഛൻ്റെ ആ ഹീറോയിസം പവറും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. करुणा और हिंसा के बीच के संघर्ष को दिखाने के लिए. കമ്പാഷൻ ആൻഡ് വയലൻസിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടി. फोर्थ वन मित्रता और निष्ठा के महत्व को उजागर करने के लिए. ഫ്രണ്ട്ഷിപ്പും ലോയൽറ്റിയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ऑल आर करेक्ट. कविता के अंत तक पहुँचते पहुँचते बच्चों को क्या समझ में आने लगता है? न्याय सदैव करुणा के साथ होना चाहिए. ന്യായ എപ്പോഴും കരുണയുടെ കൂടെ തന്നെ ഉണ്ടാവണം. നിർണയം लेते समय सदैव निडर रहना चाहिए. നമ്മൾ എന്തെങ്കിലും ഡെസിഷൻ എടുക്കുന്ന സമയത്ത് നിഡർ ഫിയർലെസ് ആയിരിക്കണം. ആഖേട്ടക്കോ का सदैव विरोध करना चाहिए. ഹണ്ടേഴ്സിനെ എപ്പോഴും നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം. जानवरों की हर स्थिति में रक्षा करनी चाहिए. ആനിമൽസിനെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൻസേഴ്സും കറക്റ്റ് തന്നെയാണ്. പക്ഷേ മോസ്റ്റ്ലി നമുക്ക് ലെസൺ ഫൈനലി മനസ്സിലാവുന്നത് ഫസ്റ്റ് വണ്ണാണ്. ന്യാസ് അതേ കരുണയ്ക്ക് സാത്ത് ഹോനാ ചെയ്യേ. അതേ ഡെസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കരുണ കമ്പാഷൻ്റെ കൂടെ ആയിരിക്കണം. നെക്സ്റ്റ് മിൽക്കർ കറി മിലാൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ബേട്ട മീൻസ് മോന്. सिद्धार्थ और यशोधरा के पुत्र राहुल ആണ് മോൻ. फर्स्ट वन इज मैचिंग. थर्ड वन माँ. सेकेंड वन यशोधरा एक राजकुमारी सिद्धार्थ की पत्नी. सेकेंड वन इज मैचिंग. फर्स्ट वन तात मीन्स पिता. सिद्धार्थ एक राजकुमार जो बाद में गौतम बुद्ध के नाम से प्रसिद्ध हुए. सो थर्ड वन इज मैचिंग द सेकेंड वन. नेक्स्ट इज पंक्तियों पर चर्चा. पाठ में से चुनकर कुछ पंक्तियाँ नीचे दी गई हैं. इनमें से इनको ध्यान से पढ़िए और इन पर विचार कीजिए. आपको इसका क्या अर्थ समझ में आया है? അപ്പോൾ ഇത് വായിച്ചിട്ട് എന്താണ് അതിൻ്റെ മീനിങ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആൻസർ പറയാം. कोई निरपराध को मारे तो क्यों अन्य उसे ना उबारे. ആരെങ്കിലും നിരപരാധിയായിട്ടുള്ള ഒരാളെ കൊല്ലുകയാണ് ഉപദ്രവിക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് അതിനെ എതിർത്ത് നിന്നൂടാ. രക്ഷക് പർ ഭക്ഷക് കോ വാരെ. ഇതൊക്കെ സെയിം സ്റ്റാൻസാസ് ആണ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സെയിം മീനിങ് തന്നെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോച്ച് വിചാർ കെ ലിയെ. അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇതിൽ. കവിത को एक बार फिर से पढ़िए और पता लगाइए और लिखिए. ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയണം കേട്ടോ. आपके विचार से इस कविता में कौन सी पंक्ति सबसे महत्वपूर्ण है? आप उसे ही सबसे महत्वपूर्ण क्यों मानते हैं? അപ്പോൾ നിങ്ങളുടെ അതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻസ ലൈൻ ഇൻ ദ പോയം. ഓക്കെ, എന്നിട്ട് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു മീ ഐ തിങ്ക് ദ ലാസ്റ്റ് സ്റ്റാൻസ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മൾ
ന്യായ ദയാ കഥാനി, ന്യായ ചെയ്യുമ്പോൾ എപ്പോഴും ദയേൻ്റെ കൂടെ നിന്നിട്ടായിരിക്കണം. അതാണ് ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ. सो यू हैव टू राइट लाइक दिस. न्याय दया का दानी महत्वपूर्ण है क्योंकि न्याय करते समय हर व्यक्ति को दया के साथ रहना चाहिए. आखेटक और बच्चे के पिता के बीच तर्क वितर्क क्यों हुआ था? ഈ രണ്ട് പേരായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? बिकॉज आखेटक पक्षी को मारना चाहते थे और बच्चे के पिता उसको बचाना चाहते थे. ഇത് ഏറ്റവും ഷോർട്ടായിട്ടാണല്ലോ ഞാൻ ആൻസർ പറഞ്ഞു തരുന്നത്. മാനെ പുത്രസെ രാഹുൽ തു നിർണയ കർ ഇസ്കാ ക്യൂ കഹാ, എന്തുകൊണ്ട് അമ്മ പറഞ്ഞു നീ ഇതിൻ്റെ ഡിസിഷൻ എടുക്കുക എന്ന്. क्योंकि माँ जानना चाहती थी कि मेरे पुत्र में भी उस दया और करुणा का भाव है कि नहीं. അമ്മയ്ക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മകനും അതുപോലെ അച്ഛനെ പോലെ തന്നെ ഒരു കരുണയും ദയുള്ള ഒരാളാണോ എന്ന്. यदि कहानी में आप उपवन में होते तो घायल हंस की सहायता के लिए क्या करते? आपके अनुसार न्याय कैसे किया जा सकता था? अगर मैं उस उपवन में होता तो मैं भी बिल्कुल वैसे ही करता जैसे बच्चे के पिता गौतम बुद्ध ने किया था. मैं उस पक्षी को बचाने की कोशिश करता. कविता में माँ और बेटे के बीच बातचीत से उनके बारे में क्या क्या पता चलता है? कविता में माँ और पुत्र के बीच के प्रेम का पता चलता है और यह भी पता चलता है कि माँ बच्चे में अच्छी आदतें कैसे बनाती है. नेक्स्ट वन इज अनुमान और कल्पना से. अपने समूह में मिलकर चर्चा कीजिए. माँ ने अपने बेटे को कहानी सुनाते समय अंत में कहानी को स्वयं पूरा नहीं किया बल्कि उसी के निर्णय करने के लिए कहा. यदि आप किसी को यह कहानी सुना रहे होते तो कहानी के आगे कैसे बढ़ाते? ഈ സ്റ്റോറിയിൽ മകനോടാണല്ലോ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിൽ ഡിസിഷൻ എടുക്കാൻ പറയാണ്ട് കഥയ്ക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതാണ് ക്വസ്റ്റ്യൻ. अगर हम इस जगह होते तो बताते कि न्यायालय ने करुणा का पक्ष लिया और सिद्धार्थ के पिता यानी गौतम बुद्ध की विजय हुई और सब प्रसन्न हुए. മീൻസ് കോർട്ട് ഫേവറബിൾ ആയിട്ട് എടുത്തത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ഫേവറബിൾ ആയിട്ട് ന്യായത്തിൻ്റെ പക്ഷത്തിലായിരുന്നു. മാത്രമല്ല അങ്ങനെ ഒരു നല്ലൊരു ജസ്റ്റിഫിക്കേഷൻ വന്നാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. नेक्स्ट क्वेश्चन. मान लीजिए कि कहानी में हंस और तीर चलाने वाले के बीच बातचीत हो रही है. कल्पना से बताइए कि जब उसने हंस को तीर से घायल किया तो उसमें और हंस में क्या क्या बातचीत हुई होगी. उन्होंने एक दूसरे को क्या क्या तर्क दिए होंगे. അതായത് വേറൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഹൻസ് ആൻഡ് ആ ഹണ്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നെങ്കിൽ ഹണ്ടർ ഈ ബേർഡിനെ ഇൻജേർഡ് ആക്കിയപ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൻസിന് ചോദിക്കാം, എന്തിനാണ് ഞാനൊരു പാവം നിങ്ങളൊന്നും ഉപദ്രവിക്കാത്ത ഒരു ജീവനുള്ളൊരു ജീവി എന്തിനാണ് എന്നെ കൊല്ലുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അതിന് ഞാനല്ലാതെ വേറെ എത്ര കാര്യങ്ങളുണ്ട്, എന്നെ വെറുതെ വിട്ടൂടെ? എനിക്കും ജീവിക്കാൻ ഈക്വൽ അവകാശമുണ്ട് ഈ ലോകത്ത്. സോ അങ്ങനെ എന്ത് തർക്കം വേണമെങ്കിലും ആവാം. ഇൻ ഷോർട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഹിന്ദിയിൽ. हम जैसे भोले पक्षी जानवरों को मार कर आप जैसे लोगों को क्या मिलता है? आप लोगों के जैसे हमें भी इस संसार में जीने का पूरा हक है, इसलिए हमें ना मारे और सभी जीव जंतुओं को आराम से जीने दें. नेक्स्ट क्वेश्चन. मान लीजिए कि माँ ने जो कहानी सुनाई है आप भी उसके एक पात्र हैं और आप कौन सा पात्र बनना चाहेंगे और क्यों? നമ്മൾ ആ സ്റ്റോറിയുടെ ഒരു ക്യാരക്ടറാണെങ്കിൽ ഏത് ക്യാരക്ടർ ആവാനാണ് ഇഷ്ടപ്പെടുക ആൻഡ് വൈ, എന്തുകൊണ്ട്? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. तीर चलाने वाला पक्षी को बचाने वाला व्यक्ति, न्यायाधीश, कोई अन्य जो आप कहानी में जोड़ना चाहें. ഇതിൽ ആരാവാനാണ് ആഗ്രഹം എന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. സോ ഐ തിങ്ക് ഐ വുഡ് ലൈക്ക് ടു ബി എ ന്യായാധീഷ്, ഒരു ജഡ്ജ് ആവാനാണ് ആഗ്രഹം. റീസൺ ഇതിൽ ഫൈനൽ ഡെസിഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഡെസിഷൻ എടുക്കുന്നത് അതാണ് ഈ സ്റ്റോറിയുടെ മെയിൻ മോറൽ വാല്യൂ.
സോ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്യും. इसलिए मुझे न्यायाधीश बनना पसंद है क्योंकि मैं सही और गलत के बीच में अंतर समझकर एक अच्छा न्याय प्रस्तुत कर सकता हूँ. नेक्स्ट संवाद. इस कविता में एक माँ और उसके पुत्र का संवाद दिया गया है, लेकिन कौन सा कथन किसने कहा यह नहीं बताया गया है. आप कविता में दिए गए संवादों को पहचानिए कि कौन सा कथन किसने कहा है और उसे दिए गए उचित स्थान पर लिखिए. उदाहरण के लिए माँ और पुत्र का एक कथन दिया गया है. അതായത് അമ്മ ഏത് ഡയലോഗാണ് പറഞ്ഞത്, മോൻ ഏത് ഡയലോഗാണ് പറഞ്ഞത് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെയും ഡയലോഗ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ഗിവൻ ഹിയർ. മാ കഹേ കഹാനി. ഇത് മോനാണ് പറയുന്നത്. ബേട്ട സമझ लिया क्या तूने मुझको अपनी नानी എന്താ അമ്മൂമ്മയായിട്ടാണ് കരുതിയിരിക്കുന്നത്, അമ്മ പറയണതാണ്. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ചെയ്യാം. മോൻ പറയുന്നത് നെക്സ്റ്റ്. ഫസ്റ്റ് വൺ രാജാ തായ റാണി. രാജയുടെ കഥയാണോ റാണിയുടെ കഥയാണോ, അത് മകനാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നു तू है हटी मान धन मेरी. നെക്സ്റ്റ് മകൻ പറയുന്നു ഹാമ യഹി കഹാനി, ഈ കഥ തന്നെ. ജഹാ സുരഭി मनमानी. അമ്മ പറയുന്നത്. शब्द से जुड़े शब्द. नीचे दिए गए रिक्त स्थानों में പ്രകൃതി से जुड़े शब्द കവിത में से चुनकर लिखिए. ഫസ്റ്റ് വൺ പ്രകൃതിൻ്റെ വേറെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപവൻ, ഗാർഡൻ, അങ്ങനെ വേറെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതണം. ലൈക്ക് ഫൂൽ, ഹിമബിന്ദു, पानी, सुरभि, झीले, एक्सेट्रा. नेक्स्ट अगेन मैच द फॉलोइंग. सो फर्स्ट वन कहती है मुझसे ये चेटी. सेवेंथ वन यह सेविका मुझसे कहती है. सेकेंड वन तू है हटी मान धन मेरे. नाइन्थ वन है बेटे तू बहुत हट करता है. झलमल कर हिमबिंदु झिले थे. हिमकन ओस की बूंदें झिलमिला रही थी. नेक्स्ट फोर्थ वन गिरा बिद्ध होकर खरशर से. आंसर इज एट वन तेज धरा वाले तीर से घायल होकर गिर गया. नेक्स्ट फिफ्थ वन हुआ विवाद सदय निर्दय में. आंसर इज थर्ड वन दयालु और निर्दय व्यक्ति में झगड़ा हुआ. नेक्स्ट सिक्स्थ वन कह दे निर्भय जय हो जिसका. आंसर इज सेकेंड वन तू बिना डरे कह दे कि जीत किसकी होनी चाहिए. सेवेंथ वन तूने गुनी कहानी. सिक्स्थ वन इज द आंसर तूने कहानी को समझ लिया है. नेक्स्ट वन अभय आग्रही थे सर्व विषय में. आंसर इज फर्स्ट वन दोनों ही अपनी अपनी बात पर अड़े हुए थे. तब उसने जो था खग भक्षी हट करने की ठानी. आंसर इज टेंथ वन तब उस तीर वाले ने हट करने का निश्चय कर लिया. नेक्स्ट वन रक्षक पर भक्षक को वारे न्याय दया का दानी. आंसर इज फोर्थ वन न्याय में दया सम्मिलित होती है. न्याय मारने वाले के स्थान पर बचाने वाले का पक्ष लेता है. सो दैट्स ओवर. नाउ नेक्स्ट क्वेश्चन. कविता की रचना. सो फर्स्ट वन इज कविता की विशेषताएं. संवाद दिए गए हैं. आंसर इज थर्ड वन बेटा समझ लिया क्या तूने. नेक्स्ट वन सेकेंड पंक्ति के अंतिम शब्द की ध्वनि आपस में मिलती जुलती है. आंसर इज थर्ड वन और फोर्थ वन बोथ आर हैविंग राइमिंग वर्ड्स. नेक्स्ट वन कुछ शब्द दो बार और साथ साथ आए हैं. आंसर इज सिक्स्थ वन वर्ण वर्ण. नेक्स्ट वन कुछ विपरीतार्थ शब्द साथ साथ आए हैं. आंसर इज फिफ्थ वन कोमल कठिन कहानी. नेक्स्ट वन प्रकृति का वर्णन किया गया है. आंसर इज सिक्स्थ वन वर्ण वर्ण फूल खिले അതിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. नेक्स्ट एक ही वर्ण से शुरू होने वाले एक से अधिक शब्द एक ही पंक्ति में आए हैं. ഒരേപോലത്തെ സൗണ്ട് ഒരേപോലത്തെ ശബ്ദ ഒരേ പങ്ക്തിയിൽ വന്നിട്ടുണ്ട്. आंसर कैन बी सिक्स एज वेल एज थर्ड ऑल्सो. प्रश्नोत्तर दिए गए हैं एंड आंसर इज थर्ड वन. शब्द की वर्तनी बदलकर उपयोग किया गया है. इट कुड बी द सेकेंड वन. ഈ മാച്ച് ദി ഫോളോയിങ്ങിൽ
ഒരു സൈഡിൽ കുറേ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, മറ്റേ സൈഡിൽ കുറവുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. എനിക്ക് തോന്നിയതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കവിത മേ വിരാം ചിഹ്ൻ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് പങ്ക്ച്വേഷൻ. കോമ ഇടുന്നിടത്ത് അല്പവിരാം എന്നാണ്. മറ്റേ ഫുൾ സ്റ്റോപ്പ് ഡണ്ട ഇടുമ്പോൾ പൂർണ്ണവിരാം. ഉദ്ധരൺ ചിഹ്ന മീൻസ് ഇൻവേർട്ടഡ് കോമസ്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട്. നമുക്ക് സെൻറ്റൻസ് അനുസരിച്ച് അത് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ആപ്കി ബാത്ത്. सुन उपवन में बड़े सवेरे तात भ्रमण करते थे तेरे आप या आपके परिवार परिजन भ्रमण के लिए कहाँ जाते हैं और क्यों? ഭ്രമൺ കർണ മീൻസ് ഘൂമനെ ജാന, കറങ്ങാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർ എവിടേക്കാണ് കറങ്ങാൻ പോവുക? അപ്പോൾ വാക്കിങ്ങിന് പോവാറുണ്ട്, അല്ലെങ്കിൽ പാർക്കിൽ നടക്കാൻ പോവും അല്ലേ. അപ്പോൾ മേരെ പരിജൻ സുബഹ സവേരെ പാർക്ക് മേ ഘൂമനെ ജാത്തെ ഹൈ, അല്ലെങ്കിൽ പാർക്ക് में व्यायाम करने जाते हैं. नेक्स्ट क्वेश्चन, इस पाठ में एक माँ अपने पुत्र को कहानी सुना रही है. आप किस किस से कहानी सुनते हैं या थे? आप किसको और कौन सी कहानी सुनते थे, സുനത്തെ हैं? അപ്പോൾ ഈ കഥയിലെ പോലെ നമുക്ക് ആരാണ് കഥ പറഞ്ഞിരുന്നത്? എങ്ങനത്തെ സ്റ്റോറീസ് ആയിരുന്നു ഇഷ്ടം? സോ ദ ആൻസർ ഈസ്, हमें अपनी नानी मम्मी कहानी सुनाती थी और राजाओं की कहानी अच्छी लगती थी. माँ ने कहानी सुनने के बीच में एक प्रश्न पूछ लिया था. क्या कहानी सुनने के बीच में प्रश्न पूछना सही है? क्यों? ഈ കഥ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഈ പോയത്തിൽ. അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. സോ ദ ആൻസർ ഈസ് हाँ, कहानी के बीच में प्रश्न पूछ सकते हैं, तभी समझ में आएगा कि सुनने वाला कितना कहानी समझ रहा है. क्वेश्चन ചോദിച്ചാലല്ലേ അപ്പോൾ കേൾക്കുന്ന ആളെ എത്രത്തോളം മനസ്സിലാവുള്ളൂ. कविता में बालक अपनी माँ से बार बार वही कहानी सुनने की हट करता है. क्या आपको भी कभी कोई कहानी बार बार सुनने का मन करता है? अगर हाँ, तो वह कौन सी कहानी है और क्यों? हाँ, मुझे महाभारत की कहानियाँ बहुत पसंद है और मैं फिर से श्री कृष्ण और अन्य छोटी छोटी कहानियाँ सुनना पसंद करती हूँ. നെക്സ്റ്റ് ഈസ് ആജ് കി പഹേലി. ഇതിൽ കുറച്ച് പഹേലി കൊടുത്തിട്ടുണ്ട്, കൈൻഡ് ഓഫ് പസിൽസ്. नानी की बेटी है कौन? नानी की बेटी माँ है. मामा की बहन है कौन? वो भी माँ है. भार्या है पिता की कौन? वो भी माँ है. भाभी है चाचा की कौन? और वो भी माँ है. ചെറിയച്ഛൻ है ചേട്ടത്തിയമ്മ. അപ്പോൾ അത് നമ്മുടെ അമ്മയായിരിക്കുമല്ലോ. അങ്ങനെ चाचा मीन्स ചെറിയച്ഛൻ, भाभी ചേട്ടത്തിയമ്മ. आसमान में उड़ उड़ जाएं, तरह तरह के गाने गाएं, पर फैला कर करता सैर, दो है जिसके पर और पैर. ആകാശത്ത് ഉടനെ വാല പക്ഷിയാണ്, പലതരത്തിലുള്ള പാട്ടുകൾ പാടുന്നത് പക്ഷിയാണ്. പെർ ഫെറാക്കർ കർത്ത സൈർ, അതായത് നമ്മുടെ വിങ്സൊക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്നത് പക്ഷിയാണ്. രണ്ട് കാലും രണ്ട് വിങ്സും. सो द आंसर इज पक्षी. बागों में जो सुगंध फैलाती, फूल फूल में बसती गाती, हवा हवा में धुल मिल जाएं, कौन है जो यह नाम बताए? ഗാർഡനിൽ സുഗന്ധ ഫെലാനെ വാലി, ഫൂളിലൊക്കെ ഉള്ളത്, ഫ്ലവേഴ്സിലുള്ളത്, ഹവാലൊക്കെ മിക്സ് ആയിട്ട് പോണത്, എയറിലൊക്കെ അങ്ങനെ മിക്സ് ആയി പോണത് എന്ത് സാധനമാണ്? ആൻഡ് ദാറ്റ് ഈസ് ഫ്രേഗ്രൻസ്, ഖുഷ്ബു, മെഹക്. So we completed our first lesson, explanation and question answers also. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്. ബൈ ബൈ.